മതിലേ അടിയകത്ത് കയറിയാണ് കടിച്ചു ഷോൾഡർ ഫുള്ള് പോയി ഡിസ്ലൊക്കേറ്റ് ആയി. ഇവിടെ നല്ലൊരു ഒടിവുണ്ട്, ഇവിടെ ഒരു ഒടിവുണ്ട്. നമുക്ക് ലോകത്തോടെ വേണമെങ്കിലും പോകാം. CCTV ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരെണ്ണം വീട്ടിൽ മതി. നമ്മൾ ഈ ട്രെയിനിങ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇവരുടെ ബിഹേവിയർ ഇതൊക്കെ തന്നെയാണ്. ഇതുപോലെ ഒരുത്തനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുത്തനെയും പേടിക്കാതെ വീട്ടിൽ ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. ഒരു CCTV പോലും ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ യൂറോപ്യൻ ഡോബർമാൻസിനെ കുറിച്ചാണ്. നമ്മുടെ യൂറോപ്യൻ ഡോബർമാൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടഡ് യൂറോപ്യൻ ഡോബർമാൻസ് ഉള്ള ഒരു കെന്നൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്, അൺബീറ്റബിൾ ഡോബർമാൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ ഡോബർമാൻസിൻ്റെ വിശേഷങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാ പെറ്റ് ലവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്യൻ ഡോബർമാൻസിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ഡെന്നി ചേട്ടൻ നമ്മളോട് പറയും. ഹായ് ഡെന്നി ചേട്ടാ. ഹായ്. ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ യൂറോപ്യൻ ഡോബർമാൻസിനെ നമ്മൾ ബ്രീഡ് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയും ഒരുപാട് ഡോഗ്സ് ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു യൂറോപ്യൻ ഡോബർമാൻസിനോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാര്യം? പൊതുവിൽ പല ഡോഗ്സിനെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ബ്രീഡ് ലാബ്രഡോറാണ്. അറിയാം. അതെ, പോമ ചെയ്തിട്ടുണ്ട്, എപ്പോഴും ഡാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം യൂറോപ്യൻ ഡോബർമാനിലേക്ക് വരാനുള്ള കാരണം ആദ്യം ഞാൻ വളർത്തിയത് അമേരിക്കൻ ഡോബർമാൻ തന്നെയാണ്. പക്ഷേ കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈസ്, ഒരു ഗാംഭീര്യം, അതേസമയം തന്നെ അതിൻ്റെ വർക്കിംഗ് എബിലിറ്റി, അതൊക്കെ കൊണ്ട് ഡോബർമാനിലേക്ക് ഒരു താല്പര്യം വന്നു. പക്ഷേ ഡോബർമാനെ വളർത്തി കഴിഞ്ഞപ്പം മറ്റു ഡോഗുകളിൽ നിന്നുള്ള വളരെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത്, കടിക്കുന്ന ഡോഗിനെ നമുക്ക് വീട്ടിൽ വളർത്താം, പുറത്തുനിന്നുള്ളവരെ കടിക്കും. പക്ഷെ കടിക്കുന്ന ഡോഗിനെ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം ഇരുത്താൻ, ഒരു കോൺഫിഡൻറ്റോടുകൂടി നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം ഇരുത്താനായിട്ട് പറ്റും. പറയുമ്പോൾ കടിക്കണം, വേണ്ടാക്കി വേണ്ട. കൊച്ചു പിള്ളേർക്കൊപ്പം വേണമെങ്കിൽ നമുക്ക് വിശ്വസിച്ചിരുത്താൻ പറ്റുന്ന ഒരു ബ്രീഡ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഡോബർമാൻ തന്നെ. അപ്പോൾ നേരത്തെ ഒരു പോലീസ് കേസ് ഉണ്ടായ ഒരു കാര്യം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു എഡ്ജ് ഒരു പോലീസ് കേസ് ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മൾ ഇവിടെയെല്ലാം നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് അതുപോലെ കൂടൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് കേജസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നു. അപ്പം വെളുപ്പിന് ഒരു 5:30 അവൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം ഏർലി മോർണിംഗിലാണ് മീറ്റിംഗ്, അല്ലെങ്കിൽ 7 മണിക്കോ 8 മണിക്കോ ശേഷം. അപ്പം അവർ വരുന്നതിന് മുമ്പ് ഞാനൊന്ന് പുറത്തോട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം നല്ല ശബ്ദവും ആ ബഹളവും ഒക്കെ കണ്ടോണ്ടാ വെളിയിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ഈ സാധനം എടുക്കാൻ വന്നവനെ നമുക്ക് അടിച്ചതാണ്. നമ്മളറിയാതെ വന്ന് എടുത്തു. മതിലേ അടിയകത്ത് കയറിയാണ് കടിച്ചു ഷോൾഡർ ഫുള്ള് ഡിസ്ലൊക്കേറ്റ് ആയി. ഇവിടെ നല്ലൊരു ഒടിവുണ്ട്, ഇവിടെ ഒരു ഒടിവുണ്ട്. പുള്ളിയുടെ ഇപ്പം ആ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് 2 വിരലിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ മൂവിങ് ആവും, ബാക്കിയെല്ലാം ആയി. അതുപോലത്തെ അത് കടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയാം. നമ്മൾ തന്നെ ചെന്നിട്ടും ആ സമയത്ത് നമ്മൾ ചെന്നതുകൊണ്ട് അവനെ മാറ്റാനായിട്ട് പറ്റിയാണ്. നമ്മുടെ കോമ്പൗണ്ട് വാളിനകത്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ കയറാനായിട്ട് ആർക്കും അനുവാദം. അതിനാണ് നമ്മൾ ഗാർഡ് ഡോഗിന്. ഇപ്പം പ്രായമായ അമ്മയുണ്ട്, 8 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പം ചിലപ്പോൾ അവർ മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ. ഇപ്പം തന്നെ എൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അമ്മ ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിലൊരു ചേച്ചിയുണ്ട്. അപ്പം ചില സമയത്ത് കുഞ്ഞു മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ നമുക്ക് ലോകത്തോടെ വേണമെങ്കിലും പോകാം. CCTV ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരെണ്ണം വീട്ടിൽ മതി. കുഞ്ഞിന് TV വെച്ച് കൊടുക്കുക, അവളവിടെ ഇരുന്ന് കണ്ടോളും. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഫോണിലേക്ക് വിളിച്ച് ചോദിക്കുക. അതല്ലാതെ അവൻ അവിടെ ഉണ്ടാവും, ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം, വളരെ പ്രത്യേകതയുള്ള കാര്യം, നമുക്ക് അഗ്രസീവായിട്ടുള്ള ഡോഗിനെ വളർത്താം. പക്ഷേ നമ്മൾ പറയുന്ന നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു അഗ്രസീവ് ഡോഗിനെ, ഒരു പ്രൊട്ടക്ഷൻ ഡോഗ് എന്ന് പറയുമ്പോൾ അതൊരു ഡോബർമാൻ തന്നെയാണ്. അത് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരുപാട് ഡോബർമാൻസ് വന്നിട്ടുണ്ട്, ഇമ്പോർട്ട് വന്നിട്ടുണ്ട്, ബ്രെഡ് ഇൻ ഇന്ത്യ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ട്രെയിനിങ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇവരുടെ ബിഹേവിയർ ഇതൊക്കെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ കാര്യമാണ്. ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ അടുത്ത് വേണം. അതുപോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ എഡ്ജിന് ഞാൻ വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ നോക്കി അവൻ എൻ്റെ അടുത്ത് വരുന്നത് വരെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം അവനെ വീടിനകത്ത് തന്നെ. പക്ഷേ എൻ്റെ അമ്മയുടെ മേത്തോട്ട് നമുക്ക് ഇങ്ങനൊന്നും തൊടാൻ പറ്റത്തില്ല, എൻ്റെ മോൻ്റെ നേരെ ഇങ്ങനൊന്നും തൊടാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അവൻ കുരയ്ക്കും. നമുക്കൊരു വിശ്വാസം ഉണ്ടാവും നമ്മളെ കടിക്കത്തില്ല. പുറത്തുനിന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീരുമാനമാവും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണേലും പോവാം. ചേട്ടാ, നമുക്കിപ്പം എത്ര യൂറോപ്യൻ ഡോബർമാൻസ് ഉണ്ട്? നമുക്കിപ്പോൾ മൊത്തമായിട്ട് നമ്മളിതൊരു ടീമായിട്ടാണ് ചെയ്യുന്നത്. അരുൺ ചേട്ടനാണ് ഇതിൻ്റെ മെയിൻ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഡോബർമാനുള്ളത്, ഇമ്പോർട്ട് ഡോബർമാനുള്ളത് അരുൺ ചേട്ടൻ്റെ കയ്യിലാണ്. പുള്ളിക്കാണ്. അതെ, 25-ലധികം ഡോഗ്സ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം താമസിക്കുന്ന ഈ ആൾക്കാർ 25-ലധികം യൂറോപ്യൻ ഡോബർമാൻ ഇമ്പോർട്ട്സ് ഉണ്ട്. ബ്രെഡ് ഇൻ ഇന്ത്യ വേറെ, വെൽപ്പ് വേറെ.
അപ്പം ഡയറക്റ്റ് ഇമ്പോർട്ട് 25+ ഉണ്ട് ഇപ്പം നിലവിൽ. ഇപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡോഗ്സിനെ എല്ലാത്തിനെയും ഒരിടത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ. നമുക്കിവിടെ തൃശ്ശൂർ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട്, എറണാകുളത്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ചെന്നൈയിലുണ്ട്. അങ്ങനെ നമുക്ക് പറ്റുന്നിടത്തേക്ക് നമ്മൾ. അപ്പോൾ നമുക്ക് ഇത്രയും ഡോഗ്സിനെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഡോഗ്സിനെ നമ്മൾ ഒരേ സ്ഥലത്ത് നിർത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ എല്ലാത്തിനെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധിക്കാനുള്ള ഒരു ഇത് വരത്തില്ല. നമ്മളുമായിട്ടൊരു അടുപ്പം വേണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ യൂറോപ്യൻ ഡോബർമാൻസിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കെന്നലാണ്. എന്താണ് ഇത്രയും നമുക്കൊരു റേറ്റ് ആവുന്നത് പപ്പീസിനൊക്കെ? എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ല ഇവിടുത്തെ കെന്നലിലെ പപ്പീസിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ. അതെ, നമ്മളിപ്പം നമ്മളെ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിൽ ജെന്യൂൻ ആയിട്ടുള്ള, എന്നാൽ ഫണ്ട് തീരെ ഇല്ല, അവരുടെ കയ്യിൽ അതിനുള്ള താല്പര്യമില്ല. ഈ ഫണ്ട് ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ പേയ്മെൻറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഈ ഡോഗിനെ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, കൊടുത്താലും അവർക്ക് മന്ത്ലി നല്ലൊരു എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻഷ്യലായിട്ടൊരു എമൗണ്ട് മുടക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ പപ്പിയെ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ടേംസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ബ്രീഡിംഗ് എല്ലാം നമ്മൾ തന്നെയായിരിക്കും എടുക്കുന്നത്. നമുക്കും അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് പേയ്മെൻറ്റ് കൂടുന്നു? നമ്മുടെ ഡോഗ്സിൻ്റെ പപ്പീസിന് ഇവിടെ വന്ന് കണ്ട പപ്പീസില്ലേ, 3 മാസം കഴിഞ്ഞു, നമ്മളിപ്പോൾ അതിൻ്റെ സെയിൽ തുടങ്ങത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അത് കൊടുക്കുന്നു എന്ന് നമ്മൾ പുറത്തേക്ക് പറയുന്നേ ഉള്ളൂ. ആ 3 മാസത്തിന് മുകളിൽ ഒരു പപ്പി നമ്മുടെ അടുത്തുണ്ടാവും. അതിന് മുമ്പ് നമ്മളൊരു പപ്പിയും പുറത്തേക്ക് സെയിൽ ചെയ്യാറില്ല, കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയണം നമ്മൾ ബ്രീഡ് ചെയ്ത് എന്താണെന്നും അത് എങ്ങനെ വരുന്നു എന്നും അതിൻ്റെ ഔട്ടും നമുക്ക് മനസ്സിലാവണം. രണ്ടാമത് അത് നന്നായിട്ട് ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന വിലയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്കും അത് വർത്തായിരിക്കണം. അതുപോലെ അതിനെ അതുവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ എടുക്കുന്ന പപ്പീസ് കണ്ടല്ലോ. അപ്പം അത്രയും അതുപോലെ നിർത്തണം, ടേപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ട് വരുന്നു. ഇപ്പോൾ 25+ ഇമ്പോർട്ട് അദ്ദേഹത്തിന് വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഇമ്പോർട്ട് വരുമ്പോൾ 5 ലക്ഷം രൂപയ്ക്കും ഇന്ത്യയിൽ ഇമ്പോർട്ട് വരും, 50 ലക്ഷം രൂപയ്ക്കും ഇന്ത്യയിൽ ഇമ്പോർട്ട് വരും. വരുന്ന കെനലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് വന്ന കെനൽസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമാണ് നമ്മൾ ഡോഗിനെ എങ്ങനെ നിർത്തും എന്നുള്ളത് അവർക്ക് കാണണം. മുന്നേയുള്ള ഡോഗ്സ് ഒക്കെ നല്ല രീതിയിലാണോ നിർത്തിയേക്കുന്നത് എന്നുള്ളത് അവർക്ക് നിർബന്ധമായിട്ട് അവർക്ക് കാണണം. അവർ ഒരു ഡോഗ് കണ്ടീഷൻ ഔട്ടായിട്ട് അവർക്ക് കാണിക്കാൻ പറ്റില്ല. അവർ നമുക്കൊരു ഡോഗിനെ തരില്ല. നമ്മുടെ ഈ ഒരു കെന്നലിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെയുള്ള ഡോഗ്സ് എല്ലാം ഒരേ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് ചിലപ്പോൾ ഇത്രയും ഡോഗ്സ് ഉള്ളപ്പോൾ എല്ലാവരെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള എല്ലാവർക്കും ഒരേ രീതിയിലാണോ ഫുഡ് കൊടുക്കുന്നത്? ഫുഡ് നിങ്ങളൊക്കെ കൊടുക്കുന്ന ഫുഡ് തന്നെ നമ്മളും കൊടുക്കുന്നത്. അത് മനസ്സറിഞ്ഞങ്ങ് കൊടുത്താൽ മതി. ശരിക്കും അത് തന്നെ നമുക്ക് തിരിച്ച് കിട്ടണമെന്നുള്ളത്, നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുക, അവർ നമുക്ക് തിരിച്ചു തരും. അതെ. അപ്പം അല്ലാതെ സ്പെഷ്യൽ സീക്രട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും കൊടുക്കുന്ന ഫുഡ് തന്നെ അത് നല്ല രീതിയിൽ നമ്മുടെ മനസ്സുകൊണ്ട് അവർക്ക് കൊടുക്കുക. നമ്മളോട് ഏറ്റവും കൂടുതൽ അവരെ ഏറ്റവും അടുത്ത് നിൽക്കത്തക്ക രീതിയിൽ അവരെ ഫീഡ് ചെയ്യുക. ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ആ ഒരു ഡിസിപ്ലിനും ഈ ഒരു സ്നേഹവും ഒക്കെ ചേർത്താൽ കൊടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ, സെറ്റ് ആയിക്കോളും. എത്ര നേരമാണ് നമ്മളിവിടെ ഫുഡ് കൊടുക്കുന്നത്? നമ്മൾ പപ്പീസിന് 3 നേരം കൊടുക്കും. ഏറ്റവും ചെറിയ ഏജിൽ 4 നേരം പപ്പീസിന്, ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് 3 നേരം, 3 മാസം കഴിയുമ്പോഴത്തേക്ക് അത് 2 നേരമാക്കും. അഡൽട്ടിനെല്ലാം 2 നേരമാണ്. മോർണിംഗിൽ വളരെ കുറച്ചും ഈവനിങ്ങിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് ആകും. അപ്പോൾ നമ്മുടെ ഈ ഒരു അമേരിക്കനും ഈ ഒരു യൂറോപ്യനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്തായിരിക്കും? അവരുടെ സൈസ്, പ്രധാനമായിട്ട് അവരുടെ സൈസാണ്. ശരിക്കും യൂറോപ്യൻ ഡോബർമാൻ കുറച്ച് കോമ്പാക്റ്റ് ലുക്കും ഹെവി ഫീലുമാണ്. അത്യാവശ്യം ചെസ്റ്റ്, അമേരിക്കൻ ഡോബർമാൻ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. യൂറോപ്യൻ ഡോബർമാൻ്റെ ചെസ്റ്റ് കുറച്ച് വൈഡാണ്. അതുപോലെ തന്നെ മസ്കുലർ ബോഡിയാണ്, ഹെഡ് സൈസ് വലുതാണ്, ബോൺ സൈസ് വലുതാണ്. ഇപ്പം തന്നെ ഈ നല്ല ഷോ ചെയ്യുന്ന നല്ല ഡോബർമാൻ ബ്രീഡേഴ്സ്, ഞാൻ അമേരിക്കനോ യൂറോപ്യനോ പറയുന്നില്ല, നല്ല ഡോബർമാൻ ബ്രീഡേഴ്സ് അവരുടെ ബ്രീഡ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സംടൈംസ് അവർ യൂറോപ്യൻ ഡോബർമാനിലേക്ക് മിക്സ് ചെയ്യും, ചില സമയത്ത് അമേരിക്കൻ ഡോബർമാനിലേക്ക് മിക്സ് ചെയ്യും. അത് അവർക്ക് ആ ബോൺ സൈസ് കിട്ടാനും ഒരു ടോട്ടൽ സബ്സ്റ്റൻസ് ഒക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാറുണ്ട്. നല്ല ബ്രീഡേഴ്സ് അത് പേപ്പറിൽ കാണിക്കാറുമുണ്ട്. വെരി ഗുഡ്. നമ്മുടെ ഈ ഒരു കെന്നലിൽ എപ്പോഴും നമുക്ക് പപ്പീസ് അവൈലബിൾ ആയിരിക്കുമോ? എപ്പോഴും അവൈലബിൾ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ലിറ്റർ ഏകദേശം നമ്മുടെ ഫീമെയിൽസിൻ്റെ സ്റ്റോക്ക് കൂടുതലായതുകൊണ്ടും ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പുറത്തുനിന്ന് ഞാൻ ഒന്നും പേയ്മെൻ്റ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എത്ര ആണെന്നും. പക്ഷേ നമ്മളെപ്പോഴും പുറത്തുനിന്ന് കൊണ്ടുവന്നത് നമ്മുടെ ഫീമെയിൽസിനാണ് നമ്മൾ കൂടുതൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. കാരണം ഏറ്റവും നല്ല ക്വാളിറ്റി ഫീമെയിൽസ് വന്നാൽ മാത്രമേ നല്ല പപ്പീസ് ഇവിടെ വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല ഫീമെയിൽസ് നമുക്ക് ഒരുപാട് ഉള്ളതുകൊണ്ട്, സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സീസൺ മാത്രം ഒരു 1 ഇയറിൽ യൂസ് ചെയ്താൽ പോലും നമ്മുടെ അടുത്ത് പപ്പീസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു 99% നമ്മൾ
നമ്മുടെ കെനലിന് പുറത്ത് മറ്റ് ഫീമെയിൽസിന് മേറ്റിംഗ് ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രീഡർ അല്ലെന്നല്ല, ബ്രീഡർ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിലത് പറയുന്നതിൽ ബ്രീഡിങ് ഇഷ്ടമാണ്. അത് പറയുന്നതിൽ എനിക്കൊരു നാണക്കേടുമില്ല. നമ്മുടെ കെനലിൽ ആക്സിഡൻ്റ് ആയിട്ടൊരു ഡോഗ് മേറ്റാകാറുമില്ല. പ്ലാൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ലിറ്റർ എടുക്കുന്നതും നമ്മൾ പപ്പീസിനെ കൊടുക്കുന്നതും നമുക്ക് അത്രയും ഉറപ്പുള്ള ഫാമിലീസിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു 1 ഇയർ 2 ഇയർ ചിലപ്പോൾ നിങ്ങൾ നഷ്ടത്തിൽ മാത്രം ഓടും. ആ സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള ജോലി, ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട്, അരുൺചേട്ടന് ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ വൈഫിൻ്റെ സാലറിയിൽ നിന്ന് എടുത്ത് പപ്പീസിന് ഫുഡ് കൊടുക്കേണ്ടി വരും. അത് ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ചിലപ്പോൾ പപ്പി കിട്ടില്ല. ചിലപ്പോൾ ഒരു ലിറ്റർ നമ്മൾ വലിയ പ്ലാൻ ചെയ്ത് നമ്മൾ എടുക്കുന്ന ലിറ്റർ നമുക്ക് കിട്ടത്തില്ല, ചിലപ്പോൾ സക്സസ് ആവില്ല. അപ്പം ആ സാഹചര്യങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് ഓടേണ്ടി വരും. എന്നാൽ തിരിച്ച് ഇതിൽ നിന്ന് തന്നെ റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്കിപ്പോൾ ഈ ഒരു യൂറോപ്യൻ ഡോബർമാൻ ഇത്രയും ഹെവി ആയതുകൊണ്ടും ഇത്രയും ഒരു അഗ്രസീവ് ഡോഗ് ബ്രീഡൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഫാമിലിയിലൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ഓണറിനൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഡോഗാണോ ഇത്? തീർച്ചയായിട്ടും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോബർമാൻ എപ്പോഴും ഒരു ഫാമിലി ഡോഗാണ്. ആ ഫാമിലിയിൽ നിന്നുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന സ്ട്രേഞ്ചേഴ്സിനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ജോലി. അവൻ വൃത്തിക്ക് ചെയ്യും, ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെ 50 പേര് ഗസ്റ്റായിട്ട് വന്നെന്ന് വെച്ചു. ഈ 50 പേർക്കും നമ്മുടെ വീട്ടിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവന് യാതൊരു പ്രശ്നവുമില്ല, മെനക്കെടാൻ സമയമില്ല. അവൻ നമ്മുടെ കൂടെ ഇരുന്നോളും. അതല്ല വരുന്നവർക്ക് ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് രീതിയിൽ നമ്മളെ എന്തെങ്കിലും ചെയ്യണമെന്നോ, നമ്മളുടെ വസ്തുവകളിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ, നമ്മുടെ പറമ്പിലേക്ക് അതിക്രമിച്ച് കറക്കണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവനുണ്ടെങ്കിൽ നടക്കത്തില്ല. അത് സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുമോ? അതെ, തീർച്ചയായിട്ടും. അത് എനിക്ക് എൻ്റെ വീട്ടിലുള്ളവരെ തൊടാൻ പറ്റില്ല, അപ്പോൾ പിന്നെ പുറത്തുള്ളവരുടെ കാര്യം തീർച്ചയായിട്ടും പറ്റത്തില്ല. അതെ, പറ്റത്തില്ല. അപ്പോൾ നല്ലൊരു ഫാമിലി ഡോഗാണ്, നമുക്ക് വിശ്വസിച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫാമിലി ഡോഗാണ് നമ്മുടെ യൂറോപ്യൻ ഡോബർമാൻ. തീർച്ചയായിട്ടും. നമ്മളൊരു ഡോഗിനെ വളർത്തുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലെല്ലാവർക്കും അത് പറ്റും, എനിക്ക് നോക്കാൻ പറ്റും, എനിക്കതിന് ഫുഡ് കൊടുക്കാൻ പറ്റും, എന്താവശ്യം വന്നാലും അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും, അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എപ്പം നിങ്ങൾക്ക് തോന്നുന്നോ, നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ, അന്നേരം മാത്രം ഒരു ഡോഗിനെ അതിന് ഏത് ഡോഗാണെങ്കിലും അതിനുവേണ്ടി ഇറങ്ങുക. അതിനുശേഷം ഫണ്ട്, ഇപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ഫണ്ട് കൊടുത്ത് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ. ഞങ്ങൾ 0-യിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നല്ല ആഗ്രഹത്തോടു കൂടി എന്ത് കാര്യം സമീപിച്ചാലും അത് ഉറപ്പായിട്ടും നടക്കും. അപ്പം ഡെന്നി ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഒത്തിരി ലേറ്റായി, ഒരുപാട് ഇരുട്ടി, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നില്ല. ഈ ഒരു ക്ലൈമറ്റിൻ്റെയും ഈ ഒരു കാറ്റും ഒക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാനായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഡോഗ്സും ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് താങ്ക് യു. നമ്മുടെ ഇത്രയും ഡോബർമാൻസിൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു തന്നെ. ഞാൻ ഈ ഒരു കെന്നലിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത്. ഇവനിപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഓണർ എൻ്റെ തൊട്ട് മുന്നിൽ നിൽപ്പുണ്ട്. ഓരോ ഡോഗ് ബ്രീഡുകളും ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത നമ്മുടെ ഡോബർമാൻസിന് വരാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഏക ഒരു ഡോഗ് ബ്രീഡ് ഇതാണ് നമ്മുടെ ഡോബർമാൻസ്. അതേസമയം വളരെ നല്ലൊരു കമ്പാനിയൻ ഡോഗ് കൂടിയാണ് നമ്മുടെ ഡോബർമാൻ എന്ന് പറയുന്ന ഈ ഒരു ഡോഗ് ബ്രീഡ്. അപ്പോൾ ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ bye.